എന്തായാലും സമരങ്ങളുടെ അലകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ശാന്തമായിരിക്കുകയാണ് വിഴിഞ്ഞം. എന്താണ് സമീപത്തെ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ പറയുന്നത്? അവരൊക്കെ ഈ വിഴിഞ്ഞം പദ്ധതി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. ഇതാ തൊട്ട ഇബ്രാഹിമെ ഒന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. ഇതാണ് വിഴിഞ്ഞം പദ്ധതി പ്രദേശം. അതിൻ്റെ തൊട്ടിപ്പുറം, അതായത് അതിനോടൊരു 50 മീറ്റർ പോലുമില്ല, ഇവിടെ മുതൽ തന്നെ വീടുകളുണ്ട്. ഇവിടെ മുതൽ ഇങ്ങനെ വീടുകളുണ്ട്. സമ്മിശ്ര പ്രതികരണമാണ് അരുൺ. നമ്മൾ കുറേ ആളുകളോട് സംസാരിച്ചു. ഓരോ ആളുകളും അവരുടെ ആംഗിളിലാണ് ഈ കാര്യത്തെ കാണുന്നത്. ഈ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത് കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന മനുഷ്യനാണ് ഈ ശ്രീകണ്ഠൻ ചേട്ടൻ. ശ്രീകണ്ഠൻ ചേട്ടന് പക്ഷേ വിഴിഞ്ഞത്തോട് ഒരു താല്പര്യമില്ല, പദ്ധതിയോട്. കാരണം നമുക്ക് ശ്രീകണ്ഠൻ ചേട്ടനോട് ചോദിക്കാം, എന്താണ് വിഷയം? കാരണം എന്ന് പറഞ്ഞാൽ കൃഷിഭൂമി പോയി. ഞങ്ങൾ കൃഷിഭൂമി പോയെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. അത് ഞങ്ങൾ ചോദിക്കണം 2-3 പ്രാവശ്യം കളക്ടറേറ്റിൽ പോയി ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് പാട്ടച്ചീട്ട് കാണണമെന്ന്. പാട്ടച്ചീട്ട് ആരും തരൂല. എത്ര സെന്റിൽ കൃഷി ഉണ്ടായിരുന്നു ഇവിടെ? എനിക്ക് ഒരു 50-60 സെന്റിലുണ്ടായിരുന്നു. നെൽകൃഷി തന്നെയായിരുന്നു. നെൽകൃഷിയല്ല, വാഴകൃഷി, നെൽകൃഷി എല്ലാം ഉണ്ടായിരുന്നു. ഏത് കാലം മുതലാണ് ഇത് ഇതായി തുടങ്ങിയത്? റോഡ് വന്നതിന് ശേഷം ഇത് 13 വർഷമായി. 2013 ഉദ്ഘാടനം ചെയ്തു. അത് മുതൽ ഇത്രയും ദിവസമായി. ഇത് നമുക്ക് വേണ്ടി ഇത് വന്ന് വരണോണ്ട് നമുക്ക് വേണ്ടി ഒരു നേട്ടമില്ല. ഇത് ഇപ്പം തന്നെ കടലിൽ വന്നാണ് ഇത് പിന്നെ മറുകപ്പലിൽ കയറ്റി പോകുന്ന സാധനങ്ങളെല്ലാം. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് എന്തൊരു നേട്ടം? അതാണ് പ്രദേശത്തിന്റെ വികസനമല്ലേ? പ്രദേശത്തിന്റെ വികസനമായിട്ട് ഒന്നും വന്നില്ലല്ലോ. പ്രദേശത്തിന്റെ വികസനമായിട്ട് വല്ലതും വന്നിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക്. ഭൂമിയുടെ വില കൂടുന്നു, ഇനി ഒരുപാട് കണ്ടെയ്നർ മുമ്പൊക്കെ വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ ആള് ഭരണ പോലും ഇല്ല ഈ സംരംഭം ഞാൻ ആയതുകൊണ്ട്. അതാ ഇനി കടലിൽ വെച്ച് വലിയ ഷിപ്പിൽ സാധനം വന്ന് മര കപ്പലിൽ കയറ്റിയാണ് പോകുന്നത്. ഇപ്പൊ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല. നമ്മൾ കൃഷിഭൂമി പറയുന്നേ ഉള്ളൂ. ചേട്ടന്റെ അഭിപ്രായം ഇതാണ്. ശ്രീകണ്ഠൻ ചേട്ടൻ അരുൺ തൊട്ടടുത്താണ്. അരുൺ ഒറ്റ മിനിറ്റ് അരുൺ ഒറ്റ മിനിറ്റ്. ഒരു പ്രതികരണം കൂടി കേൾക്കാം. അതിന്റെ തൊട്ട് ഇപ്പുറത്തെ വീടാണ് ഇവര്. പക്ഷേ വിഴിഞ്ഞം പദ്ധതിയെ അനുകൂലിക്കുകയാണ്. എന്താ കാരണം എന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നത്? നമുക്ക് നമ്മളെ പരിസരം ഒരു നല്ല രീതിയിൽ വരണം, പുരോഗമിക്കണം എന്നുള്ള ഒരു ചിന്തയുള്ളൂ. അരുൺ, ഇവിടെ ഒരു കാഴ്ചയുണ്ട് നമുക്ക്. അതായത് സമരം നടക്കുന്ന സമയത്ത് ഈ പ്രദേശവാസികൾ മത്സ്യത്തൊഴിലാളികൾക്കെതിരായ സമീപനം എടുത്തപ്പോൾ വീടിന് നേരെ വലിയ ആക്രമണം ഉണ്ടായി. അതിന്റെ ഭാഗങ്ങളാണിത് ഇവിടെയൊക്കെ കാണുന്നത്. ഇവിടെയൊക്കെ ഇവർ പെയിന്റൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെയുണ്ട് കല്ലേറിന്റെ അടയാളങ്ങൾ കാണാം. കുടുംബമാണ് അല്ലേ? അതെ, നിലയുറപ്പിച്ച കുടുംബമാണ് അല്ലേ? പദ്ധതി വരണം. പിന്നെ അത് പദ്ധതി വരാൻ വേണ്ടി നമ്മളിവിടെ സമരം ചെയ്തത്. BJP ആയതുകൊണ്ട് പദ്ധതി വരണം എന്നാണോ, അല്ല ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്? ആത്മാർത്ഥമായിട്ട് മാറ്റി തന്നെ. എല്ലാ പാർട്ടിയും ഒന്നി തന്നെ. ഒരു വികസനമാണ് അല്ലേ? വികസനം നല്ലതല്ലേ? എന്താ തോന്നുന്നേ? നല്ല ഹാപ്പിയാണോ? ഹാപ്പിയാണ്, നല്ല സന്തോഷം. എത്ര കാലം കൊണ്ട് നമ്മളെ നോക്കിയിരിക്കുന്നു. വരണമെന്നുള്ള ഭൂമിന്റെ വിലയൊക്കെ അങ്ങ് കൂടിയോ? ഭൂമിയുടെ വിലയൊന്നും കൂടിയില്ല, അങ്ങനെ ഇരിക്കുന്നു. ശ്രീകണ്ഠൻ ചേട്ടൻ പറയുന്നത് അവരുടെ കൃഷിയൊക്കെ നശിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ഇതൊക്കെ വയലായി. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. അത് പക്ഷേ ഏത് പദ്ധതിക്കും ഉണ്ടാവും. നമ്മൾ പിന്നെ ഒരു സ്ഥലവാസിക്കൊക്കെ തൊഴിൽ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഇത് ഒരു നടപ്പിൽ വന്നിട്ടില്ല. അരുൺ, അതൊരു പോയിന്റാണ്, പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഇത്ര വലിയ കോടികളുടെ പദ്ധതി വരുമ്പോൾ ആ പ്രദേശവാസികളെ മറന്നുകൊണ്ടുള്ള ഒരു വികസനം എന്നുള്ളത് അത് ദുരിതപൂർണം തന്നെയാണ്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഇപ്പം ശ്രീകണ്ഠൻ ചേട്ടൻ പറഞ്ഞതും ഇപ്പോൾ ചേട്ടൻ്റെ പേര് ഹരികുമാരൻ ചേട്ടൻ പറഞ്ഞതും ഏതാണ്ട് ഒരു പോയിന്റാണ്. അതായത് പ്രദേശവാസികളെ മറക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവർ പദ്ധതിയെ അനുകൂലിക്കുന്നു. പദ്ധതി വരണം. അതിൻ്റെ ഭാഗമായി അന്ന് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ സമരം ചെയ്യുന്ന സമയത്ത് ആക്രമണം ഉണ്ടായ വീടുകളിൽ ഒന്നാണിത്. മറ്റൊരു ഭാഗം കൂടി നമ്മൾ ഹരിഹരൻ ചേട്ടനല്ലേ? ഹരിഹരൻ ചേട്ടന്റെ വീടിരിക്കുന്നത് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു 50 മീറ്റർ അകലെയാണ്. അതായത് അരുൺ ഹരിഹരൻ ചേട്ടന് ഞാൻ കൊടുക്കാം, ഒരു മിനിറ്റ് കൊടുക്കാം. നമ്മുടെ അരുൺ കുമാറാണ്, ഡോക്ടർ അരുൺ കുമാർ. ഹരിഹരൻ ചേട്ടാ നമസ്കാരം. ചോദിച്ചോളൂ അരുൺ, ചോദിച്ചോളൂ. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ചേട്ടാ, ഞാൻ ചോദിച്ചതേ, ഇപ്പൊ ഈ വിഴിഞ്ഞം ഇനിയിപ്പോ അങ്ങോട്ട് ഈ മദർഷിപ്പുകളൊക്കെ ചേട്ടന്റെ വീട്ടിൽ നിന്നാ കാണാമല്ലോ എന്ന് പറയുകയായിരുന്നു. ആൾക്കാരൊക്കെ വരുമ്പോൾ ചേട്ടന്റെ സ്ഥലമൊക്കെ വളരെ കണ്ണായൊരു സ്ഥലമായിട്ട് മാറും. ചേട്ടൻ ദുബായിലൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ? ചേട്ടനെ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടോ? ദുബായിലൊക്കെ പോയിട്ടുണ്ടോ? ദുബായ് ഒരിടത്തും പോയിട്ടില്ല. അപ്പൊ ദുബായ് ചേട്ടന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് വരാൻ പോവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നല്ല കാര്യമാണ്. ഓക്കെ, നല്ല കാര്യം, സന്തോഷം അല്ലേ? മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ഹരിഹരൻ ചേട്ടാ? നാട്ടിലൊരു വികസനം ഏറ്റവും നല്ലതാണ്. കറക്റ്റ്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
മക്കളെ ഭർത്താവിന് ഇവിടെ ഒരു കടയിൽ നിൽക്കണ്, മൂത്തവ. ഇളയവന് പഠിച്ച് നിൽക്കുന്ന, ഒരു ഉദ്യോഗം ഒന്നും കിട്ടിയിട്ടില്ല. സ്ഥലവാസിക്ക് ഉദ്യോഗം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഒന്നും കൊടുത്തിട്ടില്ല അവര്. ഓക്കെ, ഈ വിഴിഞ്ഞം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ചേട്ടന്റെ എന്തെങ്കിലും സ്ഥലം മറ്റും സർക്കാർ ഏറ്റെടുത്തിരുന്നോ? നിൽക്കുകയാണ്. വേറെ എനിക്ക് തൊഴിലൊന്നുമില്ല, ഞാൻ അങ്ങനെ വെറുതെ വീട്ടിൽ നിൽക്കുക തന്നെ. ഇനിയിപ്പോ തൊഴിലൊക്കെ വരും. കാര്യം ഈ കപ്പലുകളൊക്കെ വരും. ഒരു ദിവസം എത്ര ലോറി ആ ഭാഗത്തേക്ക് വരുമെന്നറിയോ? എത്ര കണ്ടെയ്നർ വരുമെന്നറിയോ? എന്തെങ്കിലും കണക്കൂട്ടലുണ്ടോ? ഓ, അത് വരും, ഒരുപാട് വരും. അമ്മക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. എന്താ പേര്? വിജയകുമാരിക്കും കൂടെ കൊടുത്തിട്ടുണ്ട്, ചോദിച്ചോളൂ. ഓക്കെ, വിജയകുമാരി അമ്മ നമസ്കാരം. അപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതി ഇനിയിപ്പോൾ അങ്ങോട്ട് കണ്ടടച്ച് തുറക്കുന്ന വേഗത്തിലായിരിക്കും വളരാൻ പോകുന്നത്. എന്തെങ്കിലും പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ചെറിയ ഹോട്ടലുകൾ, ചെറിയ ലോഡ്ജുകൾ, അതേപോലെ മക്കൾക്ക് ഈ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ബിസിനസ്സുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്, പക്ഷേ പൈസകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ. പൈസയാണ്. വിഴിഞ്ഞത്ത് പദ്ധതി വരുമ്പോ അമ്മ എന്താ മനസ്സിൽ വിചാരിക്കുന്നത്? എന്ത് ചെയ്യണമെന്നാ കരുതുന്നത്? പ്രധാനമായിട്ടും MSc B.Ed ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അവനൊരു ജോലി വേണം. പിന്നെ കുറച്ച് വികസനം വന്നാൽ നമുക്കും ജീവിക്കാനുള്ള മാർഗം കിട്ടും. തീർച്ചയായിട്ടും. വെറുതെ വീട്ടിൽ നിൽക്കുകയാണ് രണ്ടുപേരും. ആ നാട്ടുകാരുടെയും എല്ലാവരുടെയും ഒരു നല്ല കാലം വരാൻ പോകുന്നു എന്നാ തോന്നുന്നത്. വിഴിഞ്ഞം പദ്ധതി ഇത്ര വേഗത്തിൽ നടപ്പാവുമെന്നൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നോ ആ സമയത്ത്? അതെ. പിന്നെ നമുക്കുണ്ടായിരുന്ന വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നാട്ടിൽ ഒരു വികസനം വേണം, ഏറ്റവും നല്ലതല്ലേ? ശരിയാണ്. അപ്പൊ ഇനി ആക്രമണം ഉണ്ടായ സമയത്തൊന്നും കൂടെ വിശദീകരിച്ചു, ഈ സംഭവം ഉണ്ടായ ദിവസം. ആക്രമണം കൂടെ ഉണ്ടായി. മുഖന്മാർ തമ്മിലൂടെയൊക്കെ കല്ലെറിയും, ചാങ്ങൽ വീതിയും തീവപ്പും ഒക്കെ ഒരു ബഹളമൊക്കെ ആയിരുന്നു. വീട്ടിന്റെ നേരെയൊക്കെ കല്ലെറിഞ്ഞ് കുറെ ചെവരിലൊക്കെ നമ്മൾ പെയിന്റൊക്കെ വാങ്ങിച്ച് അടിച്ച് ശരിയാക്കി. അങ്ങനെ ഇപ്പോഴും പൊട്ടിയിരിക്കുകയാണ്. ഹരിഹരൻ ചേട്ടൻ ഉദ്ഘാടന പരിപാടി കാണാൻ പോകുന്നില്ലേ? ഓ, പിന്നെ പോണം. ഓക്കെ, അപ്പൊ സന്തോഷം. അപ്പം നമ്മളെ നടയിൽ തന്നെയല്ല, നടയിൽ തന്നെയാണെല്ലാം അല്ലേ? ഇനിയിപ്പോ മിക്കവാറും അദാനി നേരിട്ട് വന്ന് ഹരിഹരൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് വന്ന് ചായ കുടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. കാര്യം അദാനി വന്നാൽ പിന്നെ ഏറ്റവും ആദ്യം കാണുന്ന വീട് ഒരു പക്ഷേ ഹരിഹരൻ ചേട്ടന്റെ ആയിരിക്കും അല്ലേ? അത് എനിക്ക് നല്ല കാര്യമല്ലേ അത്. പിന്നെ സന്തോഷം ഹരിഹരൻ ചേട്ടാ. അപ്പം വളരെ സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ട്. മക്കൾക്കൊക്കെ നല്ല ബിസിനസ്സൊക്കെ ഉണ്ടാവട്ടെ. കുറച്ചധികം സ്ഥലം ഉണ്ടോ ചേട്ടൻ അവിടെ ആ പരിസരത്ത്? അരുൺ കേൾക്കാം. ദീപപ്രസാദ്, ഞാൻ ഹരിഹരനോട് ചോദിക്കായിരുന്നു, ഈ വിഴിഞ്ഞം പദ്ധതി വന്നു കഴിഞ്ഞാലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാനൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഒരുപാട് പേര് ഒരുപാട് കിനാക്കൾ കാണുന്നുണ്ട്. ലോഡ്ജ് ഉണ്ടാക്കുന്നു, ചിലർ ഹോട്ടലിനെ കുറിച്ച് ആലോചിക്കുന്നു, ചിലർ ഈ കണ്ടെയ്നർ ഇടാനുള്ള സ്ഥലം, ആ ഡ്രൈവർമാർക്ക് വിശ്രമിക്കാനുള്ള സംവിധാനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പലരും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള വികസന സാധ്യതകൾ ഇനി അങ്ങോട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസം തന്നെ 2-3 കപ്പലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എത്ര കണ്ടെയ്നറുകളായിരിക്കും വരുന്നത്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ടി.വി. പ്രസാദ് അവിടെ തന്നെ തുടരൂ. ആ പരിസരത്തുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി പോസിറ്റീവായ റെസ്പോൺസുകളാണ് കൂടുതലും ആ പരിസരത്തുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ നേരത്തെ നമ്മൾ കണ്ട ചില ചേട്ടന്മാരെ പോലെ ചില ആളുകളെങ്കിലും ഞങ്ങളുടെ കൃഷിഭൂമിയൊക്കെ പോയി, പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല എന്ന നിലപാടും സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ടി.വി. പ്രസാദിന് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ തേടൂ.